പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ചാപ്റ്റർ 2 സെഷൻ 1 കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. ഈ ക്ലാസ്സിൽ ചാപ്റ്റർ 2 സെഷൻ 2 ആണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. സെഷൻ 2 പേര് പോസ്റ്റ് സെയിൽ കസ്റ്റമർ സർവീസ് എന്നാണ്. പോസ്റ്റ് സെയിൽ കസ്റ്റമർ സർവീസ് എന്നാണ്. എന്താ ഈ പോസ്റ്റ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, പലപ്പോഴും കേട്ടിട്ടുണ്ടോ, പല ക്ലാസ്സിലും നിങ്ങൾ കോമേഴ്സ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ പോസ്റ്റ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽ പോസ്റ്റ് സെയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസ്. അപ്പൊ ആഫ്റ്റർ സെയിൽ സർവീസ് മിക്കവാറും എല്ലാ പ്രൊഡക്റ്റ് സെയിൽസ് നടത്തി കഴിഞ്ഞാൽ ഈ ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കും. അപ്പൊ എന്താണ് ഈ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് ശേഷം അതിന്റെ വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ ആരാണോ നമുക്ക് സാധനം തന്നത് അവർ തരുന്ന സർവീസാണ് ആഫ്റ്റർ സെയിൽ സർവീസ്. അത് നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് 5 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് ചിലപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫ്രീ സർവീസ്, പിന്നീട് 2 മാസം കഴിഞ്ഞ് അങ്ങനെ 5 ഫ്രീ സർവീസ് അവർ തരും. അപ്പോൾ അതിന് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പം അത് കാറ് വാങ്ങുമ്പോൾ, ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ അതുപോലെ തന്നെ ഇതിന് 5 കൊല്ലം ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആഫ്റ്റർ സെയിൽ സർവീസ് ഇല്ലാതെ ഇപ്പം സാധനം വിൽക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി ആയി. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നമ്മുടെ ബാങ്കിങ് പ്രൊഡക്റ്റിനും എന്തുണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ട്. അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ബാങ്കിങ് കസ്റ്റമറാണ്. നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കാണ്. അപ്പോൾ ഇവിടെ ബാങ്കിങ് പ്രൊഡക്റ്റിന് ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ട് എന്ന് അർത്ഥം. അപ്പോൾ എന്താണ് ബാങ്ക് നൽകുന്ന പ്രൊഡക്റ്റുകൾ? നിങ്ങൾക്കറിയാം, ലോൺ, അതുപോലെ ഡെപ്പോസിറ്റ്സ് പ്രധാനമായും നൽകുന്ന പ്രൊഡക്റ്റുകൾ ഇവയാണ്. അപ്പം ബാങ്ക് നൽകുന്ന സേവനത്തെ പ്രൊഡക്റ്റ് എന്നും ആ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതിന് സെയിൽസ് എന്നും, അങ്ങനെ സെയിൽ നടത്തിയാൽ അതിനുശേഷം നൽകുന്ന സർവീസിന് ആഫ്റ്റർ സെയിൽ സർവീസ് എന്നും പറയുന്നു. അപ്പൊ ദി സ്കീം ഓഫ് എ ബാങ്ക് ഈസ് കോൾഡ് എ പ്രൊഡക്റ്റ് ഓഫ് എ ബാങ്ക്. സ്കീം ഓഫ് എ ബാങ്ക്. സ്കീം മീൻസ് deposits or loan providing by a bank or institution is called a product of that bank. Delivery of these product is called a sale. Here, sale. After the delivery of the product, bank provides some services to the customer. That services are called after sale services. Here the product is the scheme, delivery of that product is the sale, services rendered by bank after the sale is called after sale services. അപ്പം ആഫ്റ്റർ സെയിൽ സർവീസസ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം കൊടുക്കുന്ന സേവനങ്ങളെയാണ് പറയല് ആഫ്റ്റർ സെയിൽ സർവീസസ്. ഇനി ഈ ആഫ്റ്റർ സെയിൽ സർവീസസ് എന്തെല്ലാമാണ് ബാങ്ക് ചെയ്യുന്നത്? ആഫ്റ്റർ സെയിൽ സർവീസസ് അതിൽ ഒന്നാമത് എൻഷുർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു കസ്റ്റമേഴ്സ് ഇൻ ടൈം. എൻഷുർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു കസ്റ്റമേഴ്സ് ഇൻ ടൈം. അതാണ് ഒന്നാമത്തെ ആഫ്റ്റർ സെയിൽ സർവീസസ്. അതായത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ലോൺ
ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് പോലെയുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ലോൺ അത് ഇൻ ടൈം സമയത്ത് തന്നെ കൊടുക്കണം. അപ്പം ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ അത് കൃത്യസമയത്ത് കൊടുത്തിരിക്കണം പ്രൊഡക്റ്റ്. അതാണ് ബാങ്കിന്റെ ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു വീടെടുക്കുന്ന ഒരു കക്ഷിക്ക് ലോൺ ആ വീടെടുക്കുന്ന സമയത്ത് തന്നെ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളായിട്ട് ഇപ്പം വീടിന്റെ തറ, അതുപോലെ അതിന്റെ ചുമര്, അതുപോലെ അതിന്റെ വാർപ്പ്, അതുപോലെ അതിന്റെ തേപ്പ്, ഇങ്ങനെ ഓരോ സമയത്ത് തന്നെ അതിന്റെ പണം ബാങ്ക് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കിട്ടിയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇനിയിപ്പം ഒന്നാമത്തെ ഗഡു കൊടുത്തു, തറ കെട്ടി. രണ്ടാമത്തെ ഗഡു അതിന്റെ ചുമര് കെട്ടാൻ വൈകിയാൽ പ്രശ്നം. അപ്പൊ ചുമര് കെട്ടുന്ന ഏത് സമയത്താണോ ആ സമയത്ത് തന്നെ ആ പണം കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കണം. അതാണ് ആഫ്റ്റർ സെയിൽ സർവീസ് ഇവിടെ. അപ്പൊ എൻഷുർ ദി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു കസ്റ്റമേഴ്സ് ഇൻ ടൈം, ഒന്നാമത്തത്. രണ്ടാമത്തത് കൗൺസിലിംഗ് ദി കസ്റ്റമേഴ്സ് to utilize the credit facilities for the purpose properly. അതായത് these amount utilized properly or purpose which is taken by the customer. ഏത് ആവശ്യത്തിനാണോ എടുത്തത് ആ ആവശ്യത്തിന് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യണമെന്ന് കസ്റ്റമേഴ്സിനെ കൗൺസിലിംഗ് ചെയ്യാം. അപ്പൊ കൗൺസിലിംഗ് ദി കസ്റ്റമേഴ്സ് ടു യൂട്ടിലൈസ് ദി ലോൺ എമൗണ്ട് പ്രോപ്പർലി, അതാണ് രണ്ടാമത്. അതായത് ഇപ്പം വീടെടുക്കാൻ എടുത്ത ലോൺ വായ്പ എടുത്തിട്ട് വേറെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുക, അത് പറ്റില്ല. അത് വീട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ, ഇല്ലെങ്കിൽ വീടിന്റെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണം. അതുപോലെ കാർ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുക, പക്ഷെ അത് കാറിന്റെ ലോണിന് തന്നെ ഉപയോഗിക്കണം എന്ന് കസ്റ്റമേഴ്സിനെ കൗൺസിലിംഗ് ചെയ്യുക. ഇതാ രണ്ടാമത്തത്. മൂന്നാമത്തത് ടു നോ അഡീഷണൽ ലോൺ എമൗണ്ട് നീഡഡ് ബൈ ദി കസ്റ്റമർ. കസ്റ്റമേഴ്സിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇതിന്റെ ഇപ്പം ഹൗസിംഗ് ലോൺ എടുത്തു, അതിന്റെ കൂടെ കൂടുതൽ ഇപ്പം 10 ലക്ഷം രൂപ ലോൺ എടുത്തു, ഒരു 5 ലക്ഷം കൂടെ വേണം, അല്ലെങ്കിൽ 2 ലക്ഷം കൂടെ വേണം. അപ്പൊ അഡീഷണൽ ആയിട്ട് ലോൺ എമൗണ്ട് കൊടുക്കുക. ഇതും ആഫ്റ്റർ സെയിൽ സർവീസാണ്. അതുപോലെ തന്നെ ഇൻഫോം ദി കസ്റ്റമർ അബൌട്ട് വേരിയസ് സ്കീംസ് ഓഫ് ദി ബാങ്ക്. ബാങ്കിന്റെ വിവിധ തരം സ്കീമിനെ കുറിച്ചിട്ട് കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് ആഫ്റ്റർ സെയിൽ സർവീസിൽ വരുന്നത്. ഒന്ന്, എൻഷുർ ദി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു കസ്റ്റമേഴ്സ് ഇൻ ടൈം, റിലീസ് ഇൻ ടൈം. അതായത് ഈ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൃത്യസമയത്ത് തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. രണ്ടാമത്തത് കൗൺസിലിംഗ് ദി കസ്റ്റമർ ടു യൂട്ടിലൈസ് ദി ലോൺ എമൗണ്ട് പ്രോപ്പർലി. മൂന്നാമത്തത് ടു പ്രൊവൈഡ് അഡീഷണൽ ലോൺ എമൗണ്ട് ടു ദി കസ്റ്റമർ. നാലാമത്തത് ഇൻഫോം അബൌട്ട് വേരിയസ് സ്കീംസ് ഓഫ് ദി ബാങ്ക്. ഈ ബാങ്കിന്റെ വേരിയസ് സ്കീംസ് കസ്റ്റമേഴ്സിനെ അറിയിക്കുക. ഈ 4 പ്രധാനമായിട്ട് നോക്കുക. ഇനി ഈ എന്തിനാണ് ഈ ആഫ്റ്റർ സെയിൽ സർവീസ്, അതിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പം ഇങ്ങനെ ആഫ്റ്റർ സെയിൽ സർവീസ് ചെയ്തത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ, ഇമ്പോർട്ടൻസ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതില് ഒന്ന്, ഇറ്റ് എൻഹാൻസ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കും. എൻഹാൻസ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തത്, ടു ബിൽഡപ്പ് എ പോസിറ്റീവ് ഇമേജ് ഓഫ് ദി ബാങ്ക് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ബാങ്കിന്റെ പോസിറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്യും. മൂന്നാമത്തത്, ഇറ്റ് എനേബിൾസ് ഇംപ്രൂവ്മെന്റ് ഇൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി. അതായത് ബാങ്കിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും.
അപ്പോൾ ഒന്നാമത്തത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും. രണ്ടാമത് ബാങ്കിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും. മൂന്നാമത്തത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. 4 എനേബിൾസ് സെല്ലിംഗ് ഓഫ് അതർ പ്രൊഡക്ട്സ്. ബാങ്കിന് മറ്റുള്ള പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഈ പോസ്റ്റൽ സെയിൽ സർവീസുമായിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബാങ്കിന് പറയേ ഇൻഷുറൻസിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു ഹൗസിംഗ് ലോൺ കൊടുത്തവനോട് പറയാം കാർ ലോണുണ്ട്, മനസ്സിലാവുന്നുണ്ട്, കാർ ലോൺ കൊടുത്തവനോട് പറയാം ഹൗസിംഗ് ലോൺ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ലോണുണ്ട്, അങ്ങനെ പറയും. മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് ഈ ആഫ്റ്റർ സെയിൽ സർവീസിന്. പിന്നെ അതുപോലെ തന്നെ ഇൻക്രീസിങ് ബിസിനസ്, ബാങ്കിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഇതിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. അപ്പം ഒന്നാമത്തത് ഇറ്റ് എനേബിൾസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തത് ബിൽഡപ്പ് പോസിറ്റീവ് ഇമേജ് ഓഫ് ദി കമ്പനി ഓർ ബാങ്ക്. ഇറ്റ് എനേബിൾസ് ഇംപ്രൂവ്മെന്റ് ദി പ്രൊഡക്റ്റ് ക്വാളിറ്റി, enables to sell other products and increasing the business. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കും, ബാങ്കിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടും, സെയിൽസ് വർദ്ധിപ്പിക്കും, മറ്റുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ബാങ്കിന് പറയാം. ഇങ്ങനെയുള്ള ഒക്കെ ഗുണങ്ങളുണ്ട് ഏത് ഈ പോസ്റ്റ് സെയിൽ സർവീസസിന്. അതുപോലെ തന്നെ ഈ പോസ്റ്റ് സെയിൽ സർവീസ് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മേലെ പറഞ്ഞ 4 കാര്യങ്ങൾക്ക് പുറമെ ബാങ്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് അതിലൊന്ന് ഡെലിവറി ഓഫ് വേരിയസ് ഫോംസ്, അപ്ലിക്കേഷൻ ഫോംസ് ഓർ സ്കീംസ്. അതായത് വേരിയസ് സ്കീംസിന്റെ അപ്ലിക്കേഷൻ ഫോം ഡെലിവറി ചെയ്യുക ബാങ്ക് ചെയ്യുന്നത്. ഈ സമയത്ത് അതായത് പോസ്റ്റ് സെയിൽ സർവീസിന്റെ സമയത്ത് പോവും. അതായത് ഇവൻ അടച്ചത് കൃത്യമായി ലോൺ കൊടുത്തത് കൃത്യമായി തിരിച്ചടക്കുന്നുണ്ടോ, അതുപോലെ ഈ പർപ്പസിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത്, ഇങ്ങനെ നോക്കാനെല്ലാം പോകുമല്ലോ. ആ സമയത്ത് ഇയാള് ചെയ്യുന്ന വേറൊരു കാര്യമാണ് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുക, ഡെലിവറിങ് ഫോംസ് ഓഫ് വേരിയസ് സ്കീംസ്. അതിൽ വരുന്നത് ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദി കസ്റ്റമർ, കസ്റ്റമറുടെ ഫിനാൻഷ്യൽ നീഡ് അവർ നോക്കും. പിന്നെ സജസ്റ്റ് ഡെപ്പോസിറ്റ് സ്കീംസ്, അതർ സ്കീംസ്, പിന്നെ പുതിയ തരം ഡെപ്പോസിറ്റ് സ്കീമുണ്ട്, അതുപോലെ നിങ്ങൾ ഷെയറിൽ നിക്ഷേപിച്ചാൽ എങ്ങനെയാവും, മനസ്സിലാകുന്നുണ്ട്. അതുപോലെ പിന്നെ ഇൻഷുറൻസും സ്കീമും മ്യൂച്വൽ ഫണ്ട് സ്കീമും അതിനെക്കുറിച്ചിട്ടും അവർ പറയും. പിന്നെ നിങ്ങൾക്ക് ഏത് പർപ്പസിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ മ്യൂച്വൽ ഫണ്ടിൽ ഏത് പർപ്പസിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് ചെയ്തു കഴിഞ്ഞാൽ ഇത്ര റിട്ടേൺ കിട്ടുന്നൊക്കെ അവർ പറയും. പിന്നെ കസ്റ്റമേഴ്സിനെ അഡ്വൈസ് ചെയ്യുക, ഫിനാൻഷ്യൽ അഡ്വൈസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഫോമുകളൊക്കെ ആര് കൊടുക്കുന്നുണ്ട്, ഈ BCBF ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസുമായി ബന്ധപ്പെട്ട്. അപ്പൊ 4 കാര്യങ്ങളാകെ പുറമെ പറയുന്നതിന് പകരം ഇങ്ങനെയുള്ള ഫോമുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കളക്ടിങ് പേയ്മെന്റ്സ്. പിന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് പേയ്മെന്റ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവര് പല രീതിയിലും പേയ്മെന്റ് കളക്ട് ചെയ്യുന്നുണ്ട്. ബയോമെട്രിക്, മൊബൈലിലൂടെ, പിന്നെ തെർമൽ പ്രിന്റർ എല്ലാം ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യുക. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ സെറ്റിംഗ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഒന്ന് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുക വിവിധ സ്കീമിന്റെ, രണ്ടാമത്തത് പേയ്മെന്റ് കളക്ട് ചെയ്യുക. പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ലോൺ എമൗണ്ട് അടക്കാനുള്ളത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പേയ്മെന്റ്, ഏത് പേയ്മെന്റും ഇവര് ആ സമയത്ത് കളക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സെറ്റിംഗ് ഓഫ് അപ്ഡേറ്റ്സ്, അതായത് അപ്ഡേറ്റ്സ് സെറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്, പുതിയ സ്കീമുണ്ട്, അല്ലെങ്കിൽ ഇപ്പം EMI ഇത്ര ആണ് മന്ത്ലി ഉള്ളത്, അതായത് ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ലോണിൻ്റെത് ഇത്രയായിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി അടക്കണം, അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ് മാറിയിട്ടുണ്ട്,
പിന്നെ അതുപോലെ ഈ കസ്റ്റമേഴ്സിന്റെ അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ വേറെ എന്തെങ്കിലും മാറ്റം കസ്റ്റമേഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പിന്നെ റിമൈൻഡേഴ്സ്, ഓർമ്മിപ്പിക്കുക അവരെ. അപ്പം ഈ അഡീഷണൽ ആയിട്ട് ഈ കസ്റ്റമർ പോസ്റ്റ് സെയിൽ സർവീസിന് അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവര് അപേക്ഷ കൊടുക്കുക, വിവിധ തരം സ്കീമിന്റെ അപേക്ഷ കൊടുക്കുക, പിന്നെ അതുപോലെ പേയ്മെന്റ് കളക്ട് ചെയ്യുക, പിന്നെ അപ്ഡേറ്റ് ചെയ്യുക കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ റിമൈൻഡേഴ്സ്, ഓർമ്മിപ്പിക്കുക. എന്തെല്ലാം ഓർമ്മിപ്പിക്കുന്നത്? ലോൺ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഡ്യൂ, അതായത് നിങ്ങൾ ലോണിന് ഇത്ര എമൗണ്ട് അടക്കാനുണ്ട്. അതുപോലെ ഡോക്യുമെന്റ്സ് ഫോർമാലിറ്റീസ് എറ്റ് ടു ബി കംപ്ലീറ്റഡ്. നിങ്ങൾ അന്നൊരു നിങ്ങളുടെ രേഖയുടെ പകർപ്പൊന്ന് മേടിക്കാൻ മറന്നുപോയി, ലോൺ എടുക്കും, അതും ഒന്ന് വേണം. അപ്പോൾ ഫോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അവരുടെ നിന്ന് ഓർമ്മിപ്പിക്കുക. അത് തരണേ, കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ തരണം, അല്ലെങ്കിൽ നാളെ തരണം എന്നുള്ള കാര്യത്തിൽ അവരെ ഓർമ്മിപ്പിക്കുക. അതുപോലെ പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം ഡ്യൂ, മ്യൂച്വൽ ഫണ്ടിന്റെ പ്രീമിയം ഡ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ അവരെ റിമൈൻഡ് എന്ന് പറഞ്ഞാൽ അവരെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക. ഈ 4 കാര്യങ്ങൾ കൂടി ഈ ആഫ്റ്റർ സെയിൽ സർവീസിൽ വരും. അതായത് ആപ്ലിക്കേഷൻ ഫോം ഓരോ സ്കീമിന്റെയും പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം, പിന്നെ അപ്ഡേറ്റ്സ്, അതായത് അഡ്രസ്സിലോ മറ്റോ കാര്യങ്ങളോ മാറ്റം ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റിമൈൻഡേഴ്സ് അവരെ ഓർമ്മിപ്പിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ക്ലാസ്സിൽ എനിക്ക് പ്രതിപാദിക്കാനുള്ളത്. അപ്പോ ഇതിന്റെ നോട്ട്സ് വളരെ ചുരുക്കിയിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, ഈ ക്ലാസ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നന്ദി.